അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് പാൻറ്റിൽ സ്ക്രാച്ച് ചെയ്യുന്നതാണ്. അതിനായിട്ട് നമുക്ക് കത്തര, അതേപോലെ തന്നെ നൈഫ്, പിന്നെ ഒരു ഉറ പേപ്പർ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവും. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്കൊരു പാൻറ്റ് സ്ക്രാച്ച് ചെയ്യാൻ. നമ്മളിപ്പോൾ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു തവ, കത്തര, അതേപോലെ തന്നെ ഉര പേപ്പർ. നമ്മളിപ്പോൾ ഈ പാൻറ്റിൻ്റെ പാതി ഭാഗം എവിടെ പോയെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ഈ ഒരു പാതി ഭാഗത്ത് തന്നെ നമ്മുടെ കുട്ടിക്ക് ഏപ്രിൻ്റ് അടിച്ചത്, അതിൻ്റെ വീഡിയോ കാണാത്തവർ കാണുക. അതിനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നമ്മൾ ഈ പാൻറ്റിൻ്റെ എഡ്ജിലൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫെദറായിട്ട് കട്ട് ചെയ്ത് ഫസ്റ്റത്തിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫെദറിൻ്റെ ലുക്കാവും. അപ്പോൾ നന്നായിട്ട് നാരുകൾ പിളർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു സ്റ്റിച്ച് മുൻകൂട്ടി ഇടുന്നത്. പിന്നെ നമ്മൾ കയ്യിലുള്ള എല്ലാ ദേഷ്യം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉരച്ചാൽ കൊടുക്കുക. അപ്പോൾ നല്ല ലുക്കിൽ വരും. പിന്നെ നമ്മൾ പോരാത്തിന് നമ്മൾ ഉര പേപ്പർ കൂടി എടുത്തിട്ട് ഒന്നുകൂടി അങ്ങോട്ട് ഉരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നാരുകളൊക്കെ ഒരു പേർന്നു പോയിട്ടുള്ള ഒരു എഫക്റ്റ് വരും. ഇനി നമ്മൾ ഒന്ന് കത്തർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു റൗണ്ട് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു എഫക്റ്റുള്ള സ്ക്രാച്ചിങ്ങിൻ്റെ എഫക്റ്റ് വരാനാണ്. നമ്മളൊന്നെങ്കിൽ കൈ കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഉര പേപ്പർ ഉപയോഗിച്ച് ഒന്ന് വലിഞ്ഞു കൊടുത്താലും അതിൻ്റെ എഫക്റ്റ് കിട്ടും. ഇപ്പോൾ കൈ കൊണ്ട് പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഉര പേപ്പർ ഉപയോഗിച്ചാലും റെഡിയാവും. നമ്മളൊരു പാൻറ്റ് സ്ക്രാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേപോലെ തന്നെ അപ്പുറത്തെ കാര്യം ചെയ്ത് ഒരു ചെറിയ ഡിഫറൻസ് വരുത്തിക്കോളാം എപ്പോഴും. ഇപ്പോൾ എല്ലാ പോയിൻറ്റുകളും ഒരേ സ്ഥലത്തിടാണ്ട് കുറച്ച് നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലും കുഴപ്പമുണ്ടാവില്ല. നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഷഫിൾ ചെയ്ത് തിരുമ്പാണ് വേണ്ടത്. അങ്ങനെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഈ വരുന്ന ജീൻസുകൾക്ക് എങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് വരുത്തണേന്നുള്ളത്. നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടാണ് വരകൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ വരകൾ ഇട്ട് കൊടുക്കുമ്പോൾ അടിവശത്ത് എന്തെങ്കിലും കനമുള്ള തവയോ അല്ലെങ്കിൽ വുഡോ എന്താണ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കനത്തിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വരയ്ക്കുന്ന വര നല്ല എഫക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കത്തിയില്ല എന്നുണ്ടെങ്കിൽ ബ്ലേഡ് ആയാലും ഉപയോഗിച്ചാൽ, ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, നന്നായിട്ട് ഷാർപ്പുള്ള കാരണം നന്നായിട്ട് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കത്തിയാകുമ്പോൾ അധികം ബ്ലേഡിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് മാത്രമാണ് വരാം. പിന്നെ നമ്മൾ ഉര പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കാൻ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻറ്റുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റൊക്കെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഐഡിയയിൽ കുറച്ച് കഴിഞ്ഞ് കിട്ടാം. നമുക്ക് ഈ പാൻറ്റ് തവ അല്ലെങ്കിൽ വുഡ് സ്റ്റിക്കിലൊന്ന് ഫോൾഡിങ് ടൈപ്പിൽ ഇടാണെന്നുണ്ടെങ്കിൽ ആ ഫോൾഡിങ്ങിൻ്റെ മേലെ കൂടെ ഉര പേപ്പർ വെച്ച് ഉരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ ആയിരിക്കും. നമുക്കിഷ്ടമുള്ള എഫക്റ്റ് എടുക്കാം. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ വേറെ എന്തെങ്കിലും ഉരയുള്ളത് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ തുണിയിട്ട് ഉരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോയിൻസൊക്കെ നമ്മൾ പേപ്പറിൻ്റെ അടിയിൽ വെച്ചിട്ട് ഉരയ്ക്കില്ലേ, അതേ ഒരു എഫക്റ്റിലും നമുക്ക് ഇത് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അത്ര എഫക്റ്റ് അല്ല. അതായത് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുത്തുമാരി വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ എന്തെങ്കിലും ഒരു മൊന എഡ്ജ് പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഉര പേപ്പർ വെച്ച് ഉരയ്ക്കണേന്ന് ആ എഫക്റ്റ് ആയിരിക്കും പാൻറ്റിൽ വരാം. ഇപ്പോൾ ഞാൻ ഫോൾഡിങ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റാണ് കാണിക്കുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട്. ഇത് അധികം ഹോളുകളോ അങ്ങനെയൊന്നും സൃഷ്ടിക്കില്ല. ഇത് ചെറുതായിട്ടൊരു കത്തർ ഉപയോഗിച്ചിട്ടിട്ടതിന് ശേഷം നമ്മൾ ഉര പേപ്പർ വെച്ച് ഉപയോഗിച്ചിട്ട് ഉരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വേറെ ലുക്കാണ്. പാൻറ്റിൻ്റെ സൈഡിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ഒരു സ്ക്രാച്ചിങ്ങിൻ്റെ ഐഡിയ ആണ്. ഞാനിവിടെ ഇപ്പോൾ ഓൾറെഡി കത്തർ ഉപയോഗിച്ചിട്ട് മുറിച്ചതിന് ശേഷമാണ് ഉര പേപ്പർ ഉപയോഗിച്ച് ഉരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു എഫക്റ്റാണ് വരുന്നത്, അധികം ഹോളാവാണ്ട് കിട്ടുന്നത്. കത്തി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അധികം വരയാതിരിക്കാൻ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും. പിന്നെ നമ്മൾ പോക്കറ്റിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻറ്റ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഷോർട്സിൻ്റെ സൈഡും അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വിള്ളലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പീസ് ഓഫ് ഫാബ്രിക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബോട്ടത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി വാഷ് ചെയ്യുമ്പോൾ ഒരു ആഫ്റ്റർ എഫക്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ നമുക്കിതിപ്പോൾ ഞാനത് ഷോർട്സിലാണ് ചെയ്തത്. നമുക്ക് ജീൻസ് പാൻറ്റിലായാലും അതേപോലെ തന്നെ നമുക്ക് ലേഡീസിൻ്റെ ജീൻസിൻ്റെ സ്കേർട്ട് അങ്ങനത്തെ അതേപോലെ തന്നെ ജാക്കറ്റ് അതിലൊക്കെ നമുക്ക് സ്ക്രാച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള കത്രിക അങ്ങനത്തെ ചെറിയ ഐറ്റംസ്, വീട്ടിലുള്ള ചെറിയ ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത്. ഏവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു.
നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. See you in another video. Bye.